വലിയൊരു ഫ്ലഡ് വന്നിട്ട് പോലും ഇത്രമാത്രം വെള്ളം നമ്മുടെ ആ ഏരിയയിൽ വന്നിട്ടില്ല. പക്ഷേ അതിനോളം അത്രമാത്രം വെള്ളമാണ് വന്ന് കയറിയിരിക്കുന്നത്. ഒരു കൂട്ടം കൊച്ചു പിള്ളേർ ഇതിനു വേണ്ടി ഈ കാണാനില്ല ബ്ലോക്കെല്ലാം കളയാൻ വേണ്ടി ഇന്ന ദിവസം ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ നല്ല വെടിക്കെട്ട് മഴയാണ്. നമ്മുടെ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ എന്താ പറയുക, ഫ്ലഡ് വന്നതിനേക്കാൾ ഇന്നലെ മിക്കടങ്ങളിൽ ഫ്ലഡ് വന്നിട്ട് പോലും വെള്ളം കയറാതെ പല വീടുകളിൽ വെള്ളം കയറി. നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു. ഭയങ്കര വെള്ളം പറയാൻ പറ്റത്തില്ല, അത്രമാത്രം വെള്ളമായിരുന്നു. ആൾക്കാരെല്ലാം മോട്ടറെല്ലാം മേടിച്ച് ഇന്നലെ പ്ലംബേഴ്സിന് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ഓടിയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടറെല്ലാം മേടിച്ച് വെള്ളം വറ്റിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലൊക്കെ പുതിയ മോട്ടർ മേടിച്ച് എല്ലാ വീടുകളിലും വെള്ളം വറ്റിക്കളേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. മാത്രമല്ല ലെജൻഡ് സ്കൂൾ അങ്ങനെയുള്ള സ്കൂളിലെ ക്യാമ്പെല്ലാം തുടങ്ങി. അപ്പോൾ അതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇന്നലെ മഴ കുറച്ചേരം മാറിയിരുന്നു. അത് കൂടാണ്ട് നമ്മുടെ ദിവാകരൻ സൂര്യൻ കുഞ്ഞ് മേളിൽ ഉദിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ കാർമേഘം വീണ്ടും കയറി വരുന്നു. അപ്പോൾ ആ സൂര്യനെ ജസ്റ്റ് ഞാൻ 2-3 സ്റ്റില്ലെടുത്ത് ഇനി എപ്പോഴാണോ പുള്ളിക്കാരൻ വരുന്നത്, ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ പുള്ളിയെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സൂര്യൻ്റെ ചെറിയ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അത് നിങ്ങളിലൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. വന്നു ഞാൻ പോയി പടച്ചോനെ വീണ്ടും കാർമേഘം കയറി വരികയാണ്. ഇങ്ങനെ മഴ അടുപ്പിച്ച് 1.5 ദിവസം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളും മുങ്ങിപ്പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം കൊച്ചിയെല്ലാം ഭയങ്കര ബ്ലോക്കല്ല, വണ്ടിയുടെ ഹെവി ബ്ലോക്കാണ്. കാരണം വെച്ചാൽ വെള്ളം തോട്ടിലേക്ക് പോകാനുള്ള മാലിന്യങ്ങൾ കൂടിക്കിടക്കുക. മാലിന്യങ്ങളിങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. ഈ പുഴയിലോ ഇല്ലെങ്കിൽ തോട്ടിലേക്കോ വെള്ളമൊന്നും പോകുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ അതുപോലുള്ള വലിയ സ്ഥലങ്ങളല്ലേ എറണാകുളം, അതെല്ലാം ബ്ലോക്കിൽപ്പെടും. മാത്രമല്ല നല്ല ഹെവി റെയിനാണ് ഇപ്പം വരുന്നത്. മാത്രമല്ല ഇതൊരു NH റോഡാണ്, നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേ ആണ്. ഏതാണ്ട് ഇവിടെ പൊളിച്ചിട്ട് 2 ആഴ്ചയായി. നോക്കിയ റോഡിൻ്റെ സൈഡാണ്, ഒരുപാട് വണ്ടികളെല്ലാം പോകുന്നത്. ഇവിടെ ഭയങ്കര ഹെവി ബ്ലോക്കാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന 8 മണിക്കാണ്. ഒരു 8:30-9 മണിയെല്ലാം ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഇതും കൂടെ ആളുകളുടെ ആലപ്പുഴ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കാരണം വെച്ചാൽ ഭയങ്കര ഹെവി ബ്ലോക്ക് വെച്ചാൽ നമുക്കറിയാമല്ലോ, KSRTC ബസ്സും അതുപോലെ വലിയ വലിയ വണ്ടികളും പോകുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഷൗക്കട്ട പാലം ജംഗ്ഷൻ എത്തുന്ന മുന്നേറ്റും ഭയങ്കര ബ്ലോക്കാണ്. അവിടെ ഇതേപോലെ തന്നെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ആൾക്കാരുടെ വരവും പോക്കും, ഓഫീസിലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്ന ആൾക്കാരുടെ വരവും പോക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എൻ്റെ ചങ്കികളെ വീഡിയോ എടുക്കാൻ കാത്തിരുന്നത് സൂര്യൻ എങ്ങോട്ടൊക്കെയോ മാനുപോയി, കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ മഴക്കാർ ഇടിഞ്ഞു കയറി. ഇനി എപ്പോഴാണെങ്കിലും മഴ പ്രതീക്ഷിക്കാം. മഴ പെയ്യുന്നല്ലേ, പക്ഷേ മഴ മറ്റുള്ളവരിലേക്ക് പ്രകൃതിക്ഷോഭം ഇല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വരല്ലേ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ ഈ തോടുകൾ, പുഴകൾ, അതിലെ മാലിന്യങ്ങൾ ആൾക്കാർ കൊണ്ടിടാതിരിക്കുക, അതിലുള്ള മാലിന്യങ്ങൾ നീക്കുക. കാരണം വെച്ചാൽ ബ്ലോക്ക് വരുന്നതാണ് വെള്ളം പോകാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആറാട്ടുപുഴ ജംഗ്ഷൻ, നമ്മുടെ ആലപ്പുഴ പങ്ക് തിയേറ്റർ കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ്. എപ്പോഴും ഒരു ആക്സിഡൻറ്റ് പോണ ഏരിയയാണ്, എപ്പോഴും ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയയാണ്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാൽ ഒരുപാട് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, കുറച്ച് വ്യക്തികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയ സൂക്ഷിക്കുക. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഗ്യാസ് ലൈൻ പൈപ്പിൻ്റെ വർക്ക് ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വെറുതെ കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഇവിടെ വീണ്ടും ആക്സിഡൻറ്റ് നടക്കും. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ആറാട്ടുപുഴ ജംഗ്ഷൻ. ഞാൻ പറഞ്ഞത് മഴ പെട്ടെന്ന് കയറി അങ്ങോട്ടേക്ക് കയറി വെച്ച് ഏതൊരു അലവലാതെ ദേഹത്ത് മൊത്തം വെള്ളമാക്കിയിട്ടാണ് സ്കൂട്ടറിൽ പോയത്. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിൻ്റെ എല്ലാവരും പെട്ടെന്ന് ഓട്ടോ ആയിരിക്കും. രാവിലെ വെച്ച് മഴയല്ല, അപ്പം എത്തിപ്പെടണമൊന്നുമില്ല നേരത്തെ. അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ അവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആ വെള്ളം തെറിപ്പിച്ച് ആരായാലും അവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ അതുകൂടാണ്ട് മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞു റോഡ് മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ മഴയാണ്, നമ്മൾ ജാഗ്രത വേണം. അയൽവാസികളെല്ലാം നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രായമുള്ള ആൾക്കാരെല്ലാം ഇറങ്ങുമ്പോൾ റോഡെല്ലാം തെന്നലായിരിക്കും, അതെല്ലാം നോക്കി ഇറങ്ങുക. തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ വണ്ടിയെല്ലാം വെള്ളത്തിലെല്ലാം പോകാതിരിക്കാൻ നോക്കുക. കാരണം വെച്ചാൽ ബാറ്ററി മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നം വരും. പിന്നെ ചെരുപ്പ് ഹെൽമെറ്റിലെല്ലാം ഇടുമ്പം നോക്കുക. കാരണം വെച്ചാൽ നമ്മളത് തട്ടിയിട്ട് വേണം നോക്കാൻ. കാരണം എന്താ പറയുക, അതിൻ്റെ ചെറിയ അണലിക്കുഞ്ഞുങ്ങൾ ഈ മഴ സമയമാകുമ്പം ചെറിയ അണലിക്കുഞ്ഞുങ്ങളും മറ്റുള്ള കാര്യങ്ങൾ റെയിൻ കോട്ടെല്ലാം ഇടുമ്പം സൂക്ഷിക്കുക. പരമാവധി ചെരുപ്പെല്ലാം നമ്മൾ ഈ ചെറിയ അണലൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മഴ സമയത്ത് കേട്ടോ. പിന്നെ ചൂടുവെള്ളം മാക്സിമം ചൂടാക്കി കുടിക്കുക. പച്ചവെള്ളം മാക്സിമം ചൂടാക്കി കുടിക്കുക. ഇത്രയാണ് പറയാനുള്ള കാര്യങ്ങൾ. ലവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ ജോലിക്ക് പോയി വല്ല പയ്യനായിരിക്കും, അപ്പോൾ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. ആരാണെന്ന് എനിക്കറിയില്ല, അത് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ. എവിടെ പോയി നമ്മുടെ സൂര്യൻ? മാന് പോയി, കണ്ടില്ലേ? മഴയാണ്, കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ബ്ലോക്കുള്ള ഏരിയ ആണ്. നമ്മളൊക്കെ ചൂട് വരുമ്പം ഭയങ്കര ചൂട്, മുടിഞ്ഞ ചൂട്, ഒന്നും മഴ പെയ്താൽ മതി എന്നും പറഞ്ഞ് പല പ്രാർത്ഥനകളും ദുആകളും ചെയ്തിട്ടുണ്ടല്ലേ. മഴ വന്നപ്പം പടച്ചവൻ തന്ന മഴ വെച്ച് നല്ല വെടിക്കെട്ട് മഴയായി പോയി അല്ലേ, നല്ല മഴയായി പോയി. മഴ സമയത്ത് പലർക്കും ജോലിയില്ല, പക്ഷെ ചൂടാണെങ്കിൽ പോലും ജോലി കാണും. മാത്രമല്ല നമ്മുടെ മെയിൻ കോട്ട പരിപാടി നം പല ഹോട്ടലിലും
ഇപ്പം അവധിയാണ്, മഴ കാരണമേ കച്ചവടം ഇല്ല. അപ്പം നമ്മുടെ വയറ്റിപ്പഴപ്പും അതായത് ഫുഡടി നിന്നിരിക്കുകയാണ്. ഇപ്പം ഫുഡടി കുറവാണ്. ഇനി അങ്ങോട്ട് ഭയങ്കര മഴക്കാലമാണ്. വണ്ടികൾ പരമാവധി വേഗത കുറച്ച് പോകാൻ ശ്രമിക്കുക.